സൂചി ഗോതമ്പ് വെച്ചിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്യുക, കുറച്ച് എണ്ണ ഒഴിച്ചിക്കുക, നമുക്ക് ആവശ്യത്തിന് കടുകിടുക. കടുക് പൊട്ടി വന്ന ഉടനെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് അത് മൂന്നും കൂടി ചേർക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ കറിവേപ്പില ചേർക്കണം. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാള. ഈ പച്ചക്കറികൾ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം, പച്ചക്കറി ഇല്ലാതെ ഉണ്ടാക്കാം. നമുക്ക് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യും. ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, രണ്ടും കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. പച്ചവെള്ളം ഒഴിക്കാം, പക്ഷേ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ പച്ചക്കറി ഒന്ന് വഴണ്ടി വന്ന ശേഷം വെള്ളം ഒഴിക്കുക. ഒരു കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള നിലയ്ക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ അളന്ന് വെച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. വെള്ളം നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് റവ ചേർക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് അതിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. കഴുകി മാറ്റി വെച്ചിരുന്ന റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ചെറുതീയിൽ അങ്ങനെ ഒന്ന് വേവണം. വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റും, റവ വേവും ഉണ്ടാവില്ല. ഇപ്പോൾ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർക്കണം നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. നാളികേരം ചേർത്താൽ അതിനൊരു സ്വാദുണ്ടാവും മാത്രം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ പറങ്കേണ്ടി ഒക്കെ വറുത്ത് ചേർക്കാം കേട്ടോ. ഞാനതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗോതമ്പ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക,
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഗോതമ്പ് റവ ഉപ്മാവ് സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.